ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയും പീച്ചപ്പിടിയാണ്. ഓശാനയല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാവുന്ന. അല്ലാത്തകളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ കൊഴുക്കട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഓശാനയുടെ തലേദിവസം ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയ്ക്ക് നമുക്കൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ പിന്നെ പറയാം. ഇനി തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്, വലിയ മുറിയാണ്. പിന്നെ ജീരകം, ഏലക്ക 7 എടുത്തു. ശർക്കര 7 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ അരിപ്പൊടി കുഴയ്ക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല തിളച്ച വെള്ളത്തിൽ വേണം അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഉപ്പ് നീരും എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് നീരാണ് ഞാനിത് ഒഴിക്കുന്നത്. കാരണം ഉപ്പ് പൊടി ഉപയോഗിച്ചാലും മതി, പക്ഷേ ഉപ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് അവിടെ ഇവിടെയും കൂടുതലായിട്ട് പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഉപ്പ് നീര് ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂണ് വെച്ച് കഴിഞ്ഞ് കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിതൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കൈകൊണ്ട് ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ആ ആവിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ആ പൊടി ഒന്ന് വേകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുഴയ്ക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾക്ക് 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ 7 ശർക്കര, വെല്ലെന്നും പറയും, അതൊന്ന് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു. നമ്മുടെ ശർക്കര പാനി ശരിക്കും തിളച്ച് വന്നു. ഇനി നമ്മൾക്ക് ചീനിച്ചട്ടിയിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കണം. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി വയ്ക്കാം. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള കരടുകളൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് അരിച്ച് ഇതൊന്ന് ഇതിലെ വെള്ളം നമ്മൾക്ക് മൊത്തം പോകാനായിട്ട് തിളച്ച് അതിലെ വെള്ളം വറ്റിക്കണം. അപ്പോൾ അത് കാരണം നമ്മൾക്ക് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച് ഇങ്ങനെ നമ്മൾക്ക് വെള്ളം വറ്റിയെന്നറിയുന്നത് നമ്മൾ ലേശം തന്നെ ഈ മറ്റേ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ചട്ടുകം കൊണ്ടോ നമ്മൾ ഇതിനകത്ത് അതിലൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ 2 വിരലും കൊണ്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒട്ടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂല് വരും. നൂൽ പരുവത്തിലാണ് നമ്മളിതിലേക്ക് നാളികേരം ചിരണ്ടിയിരിക്കുന്നത് നമ്മൾ ഇടുന്നത്. അപ്പം നമ്മൾക്ക് ഇതൊന്ന് തിളച്ച് അതിൻ്റെ ആ പത ഏകദേശം ഒന്ന് നിൽക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊന്ന് നോക്കാം ഇത് നമ്മൾക്ക് നാളികേരം ഇടാറായോ ഉള്ളത്. ആണ്ടോ നൂല് വരാൻ തുടങ്ങി. ഒരു നൂല് വരുമ്പോഴത്തേനാണ് നമ്മൾ ഈ നാളികേരം ചിരണ്ടിയത് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾക്കിനി ഇപ്പോൾ ഒരു നൂല് വന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് നാളികേരം ചിരണ്ടിയത് ഇടാം. ഇനി ഈ നാളികേരത്തിൽ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി, അതായത് നന്നായിട്ട് ഈ നാളികേരത്തിൽ നിന്നും ഇറങ്ങുന്ന പാലുണ്ടല്ലോ അതൊന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പം ഇനി നമ്മളിതിലേക്ക് ഏലക്കപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ജീരകപ്പൊടിയുണ്ട്. അപ്പോൾ ജീരകപ്പൊടി 1/4 ടീസ്പൂണാണ് ഇടുന്നത്. ഏലക്ക ഞാൻ ഇതിനകത്തൊരു 7 എണ്ണമാണ് പൊടിച്ച് വെച്ചത്, 2 കൂടെയാണ് ഇടുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി
നമ്മൾക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം ഇതിൻ്റെ വെള്ളം, അതായത് നാളികേരത്തിൻ്റെ ആ പാലൊക്കെ, അതിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന പാലൊക്കെ വറ്റി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനുള്ള ആവി കയറ്റാനുള്ള പാത്രമാണ് അടുപ്പിലേക്ക് വയ്ക്കുന്നത്. ഇതൊന്ന് വെച്ച് നമ്മൾക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് പൊടിയുടെ ഉണ്ട ഉരുട്ടി നമുക്ക് റെഡിയാക്കി വയ്ക്കാം. 10 എണ്ണ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 10 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ ചെറിയ ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊത്തത്തിൽ നമുക്കിതൊന്ന് എല്ലാം ഉണ്ട ഉരുട്ടി നമ്മൾക്ക് വയ്ക്കാം. ഉണ്ട ഉരുട്ടി വെച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മളുടെ നാളികേരം നമ്മൾ ശർക്കരയിൽ വിളയിച്ചതുണ്ടല്ലോ, അത് ഓരോ സ്പൂണ് ഓരോ കൊഴുക്കട്ടയിലേക്കും നമ്മൾ ഓരോ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞ് അതിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം. എത്രയും കട്ടി കുറച്ച് ഉണ്ടാക്കുന്നതോ അത്രയ്ക്കും കൂടുതൽ അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് വളരെ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുറച്ചുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ പൊടിയുടെ ഒരു ഇതാണ് വരുന്നത്, പൊടിയായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും കട്ടി കുറച്ച് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയ്ക്കും ഇത് നമ്മൾക്ക് ഇനി ഒന്ന് ഫില്ല് ചെയ്ത് നമ്മൾക്ക് വയ്ക്കാം. ഓരോന്നും അങ്ങനെ നല്ലതായിട്ട് മിനുസപ്പെടുത്തി നമ്മൾക്ക് റെഡിയാക്കി ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നല്ല ഉണ്ടാകണം അതിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം നമ്മളൊരു ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് നമ്മളത് നന്നായിട്ട് മിനുസപ്പെടുത്തി നല്ല ഒരു ഉണ്ട ഷേപ്പിൽ വരാനായി കഴിഞ്ഞിട്ട് നമ്മളത് മിനുസപ്പെടുത്തി നമ്മൾ ബൗളിലേക്ക് വയ്ക്കുന്നു. നമ്മൾ ഓശാനയുടെ തലേ ദിവസം ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അമ്മമാരും ഒക്കെ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പാരമ്പര്യം തലമുറയായിട്ട് നമുക്ക് അടുത്ത ജനറേഷനിലേക്ക് അത് പകർത്താനായിട്ട് സാധിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് ഈ അറിവൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ചിലർക്കൊക്കെ അറിയാം, ചില കുട്ടികൾക്ക് അറിയത്തുമില്ല. അപ്പോൾ ഇത് ഓശാനയുടെ തലേന്ന് ഇപ്പോൾ എടുത്ത് എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഓശാനയുടെ തലേ ദിവസം ശനിയാഴ്ച കൊഴുക്കട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ അമ്മമാരും കൊച്ചു കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറയായി മറ്റുള്ള നമ്മളുടെ കൈമാറാനായിട്ട് പറ്റും. ഓശാനയുടെ തലേന്ന് ഈശോ ജെറുസലേമിലേക്ക് പോകുന്ന വഴി താൻ ഉയർപ്പിച്ച ലാസറിൻ്റെ വീട്ടിൽ ചെല്ലുകയും ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും ഈശോയെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിക്കുകയും ഈശോയ്ക്ക് എന്താ കൊടുക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയും ഇവരുടെ സംസാരമായി. കാരണം നമ്മുടെ വീട്ടിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്ന സമയത്ത് നമ്മളും പറയുമല്ലോ, അയ്യോ എന്താ കൊടുക്കണ്ടേ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നും അറിയിക്കാതൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈശോ അറിയിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് എന്താണ് ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നൊരു ചിന്തയായി.
അപ്പോൾ ഇവരുടെ ആലോചനയിൽ വന്നതാണ് പെട്ടെന്ന് അരിമാവ് കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ട മിക്കപ്പോഴും എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. ഈ ആവിയിൽ വേവിച്ചെടുക്കുന്ന കൊണ്ട് തന്നെ ഒത്തിരി ഗുണമുണ്ട് ഇതിന്. പക്ഷേ ഓശാനയുടെ തലേദിവസം ഉണ്ടാക്കുന്ന ഈ കൊഴുക്കട്ടയ്ക്ക് ഇതാണല്ലോ പ്രത്യേകത. അപ്പോൾ ഞാൻ അങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പീച്ചപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. പീച്ചപ്പൊടി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷുഗറുള്ളവരെ ഉദ്ദേശിച്ചാണ്. കാരണം അവർക്ക് ഈ മധുരമുള്ളത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ, നമ്മൾ അവരെ അങ്ങനെ അവഗണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ പീച്ചപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി പച്ചനെല്ലിൻ്റെ അരിയാണ്. അത് നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തി പൊടിച്ച് വറുത്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിന് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തേങ്ങ ചിരണ്ടിയതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞെരടണം. എന്നാലേ ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന പാലുണ്ടല്ലോ അത് ഈ അരിപ്പൊടിയിലോട്ട് കൂടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് ഞെരടി നമ്മൾ യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ജീരകപ്പൊടിയാണ് ഇടുന്നത്. ഈ ജീരകപ്പൊടിയും തേങ്ങയും മാത്രം, ഉപ്പുമാണ് ഇതിൻ്റെ കൂടെ ഈ അരിപ്പൊടിയുടെ കൂടെ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മോട്ട് നന്നായിട്ട് ഒന്ന് ഞെരടിയ ശേഷം ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം കൊണ്ട് തന്നെയാണ് ഇതും കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇതൊന്ന് തിളച്ച വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കണ്ടോ നല്ല ആവിയൊക്കെ വന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് കുഴയ്ക്കാനായിട്ട് പോകാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പിടിയുണ്ടാക്കാം. ഇങ്ങനെ പിടിച്ചിങ്ങനെ അമർത്തി കണ്ട നമ്മളുടെ കൈവിരലിൻ്റെ അതിൽ വരണം, ആ പാട് അതിൽ വരണം. അത്രയ്ക്കും ടൈറ്റായിട്ട് നമ്മളത് മുറുകി പിടിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെ പീച്ചപ്പിടി എന്ന് പേര് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 10 ഉണ്ടാക്കാനുള്ളത് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് നമുക്ക് 10 എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനിയിപ്പം കുറേശ്ശെ എടുക്കുന്ന സമയത്ത് നമുക്ക് 10 തികഞ്ഞില്ലെങ്കിലും അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ട ഉരുട്ടി വെക്കണം. ഉണ്ട ഉരുട്ടി ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഇത് ഉണ്ടാക്കി ഒരു പരിചയമുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഉണ്ട ഉരുട്ടി വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ട ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു കറക്റ്റ് നമുക്ക് ഈ എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെറുതാണെങ്കിലോ വലുതാണെങ്കിലോ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഗ്ലാസ് അരി മതി. വറുത്ത് അരിപ്പൊടി കഴിക്കണം. കടയിൽ നിന്ന് വാങ്ങുന്നതാവരുത്. കടയിൽ നിന്ന് നമുക്ക് അത്രയ്ക്ക് വറുത്തൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇനി നമ്മളത് ആവി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ട ഉരുട്ടി വെച്ചിരിക്കുന്ന ആദ്യം ഉണ്ട നമ്മളതിലേക്ക് വെക്കുകയാണ്. കൊഴുക്കട്ട ഓരോന്നെടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ പീച്ചപ്പൊടി അങ്ങനെ വെക്കാനായിട്ട് പോകുന്നത്. കാരണം വെച്ചാൽ സ്പേസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ
പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടുമല്ലോ. അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാം പ്രാവശ്യം വെക്കണം, നമ്മുടെ ഗ്യാസും നഷ്ടം, എല്ലാം സമയവും നഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. നമുക്കിതും കൂടെ മൊത്തത്തിലൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് അടച്ച് വയ്ക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് വേവട്ടിരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പം നല്ലതായിട്ട് ആവിയൊക്കെ വന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഓശാനയുടെ തലേന്ന് തന്നെ ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു വെരി മച്ച്.